നമസ്കാരം. കണ്ണ് നനയിച്ച ഒരു വാർത്ത ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബാലുശ്ശേരി സ്വദേശി മമ്മദിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണത്. ഫോട്ടോ കാണുമ്പോൾ ഏകദേശം ഒരു 60 വയസ്സ് പ്രായം മമ്മദിനുണ്ടാകും. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് വന്ന വാർത്തകളിലൊന്നും അദ്ദേഹത്തിന്റെ പ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. ബാലുശ്ശേരി സ്വദേശിയാണ് മമ്മദ്. മമ്മദിനെതിരെ ബാലുശ്ശേരി പോലീസ് 2022 മാർച്ച് 31 ഒരു കേസെടുത്തു. പോക്സോ വകുപ്പ് അനുസരിച്ചാണ് കേസ്. അയൽവാസിയായിട്ടുള്ള 10 വയസ്സുകാരി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബാലുശ്ശേരി പോലീസ് മമ്മദിനെതിരെ കേസെടുത്തത്. 83 ദിവസം മമ്മദ് ജയിലിലായിരുന്നു. 83 ദിവസങ്ങൾക്ക് ശേഷം മമ്മദിന് കോടതി ജാമ്യം അനുവദിച്ചു. എന്തായാലും ജാമ്യം അനുവദിച്ചപ്പോഴും മമ്മദ് വീട്ടിൽ കയറാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് പോയാൽ കുടുംബാംഗങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കാൻ കഴിയും? അതുപോലെ തന്നെ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കാൻ കഴിയും? ഇത് മമ്മദിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി സ്വന്തം വീട്ടിലോ നാട്ടിലോ മമ്മദ് 4.5 വർഷക്കാലമായി പോയിട്ടില്ല. മറ്റു പല സ്ഥലങ്ങളിലുമായിരുന്നു മമ്മദ് താമസിച്ചിരുന്നത്. എന്തായാലും 4.5 വർഷങ്ങൾക്ക് ശേഷം മമ്മദ് നിരപരാധിയാണ് എന്ന് കൊയിലാണ്ടി കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. പോക്സോ കേസ് ചുമത്തി 83 ദിവസം ജയിലിൽ പോയി 4.5 വർഷക്കാലം സ്വന്തം നാട്ടിലോ വീട്ടിലോ പോകാൻ കഴിയാതെ കറങ്ങി നടന്നിരുന്ന മമ്മദ് ഇപ്പോൾ നിരപരാധിയാണത്രേ. മമ്മദിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഉറ്റവരും വേണ്ടപ്പെട്ടവരും ഒക്കെ മമ്മദിനെ വെറുത്തു. സ്വന്തം നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ മമ്മദിനെ അകറ്റി. ആരും അടുപ്പിച്ചില്ല. ഗതികെട്ട് മമ്മദ് അലഞ്ഞു നടക്കുകയായിരുന്നു. എന്തായാലും കൊയിലാണ്ടി കോടതിയുടെ വിധി കേട്ട് വക്കീലിന്റെ ഓഫീസിലിരുന്ന് മമ്മദ് പൊട്ടിക്കരഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതൊരു മമ്മദിന്റെ മാത്രം അവസ്ഥയല്ല, മമ്മദിന്റെ മാത്രം കഥയല്ല. ഇത്തരത്തിൽ ഒരുപാട് മമ്മദ്മാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ചില ആളുകൾ കുടുംബ വഴക്കിന്റെ പേരിൽ പോക്സോ കേസുകൾ ചില ആളുകൾക്കെതിരെ കൊണ്ടുവരാറുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഭാര്യ സ്വന്തം മക്കളെ ഉപയോഗിച്ച് ഭർത്താവിനെതിരെ പോക്സോ കേസ് കൊടുക്കുന്ന ഒരു കാലമാണിത്. അതുപോലെ തന്നെ അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഒന്ന് അടുത്ത വീട്ടിലേക്ക് നോക്കിയാൽ പോലും അപ്പുറത്തൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കും. അങ്ങനെ ഒരുപാട് പരാതികൾ ഈ പോക്സോ വകുപ്പ് അനുസരിച്ച് പല പോലീസ് സ്റ്റേഷനുകളിലും കൊടുക്കുന്നു. പോക്സോ കേസായതുകൊണ്ട് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസെടുത്താൽ പിന്നെ പ്രതിയെ പിടിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു. ചിലപ്പോഴൊക്കെ ഒന്ന് ഒളിച്ചു നടക്കും. അവസാനം ഗതിയില്ലാതെ പിടികൊടുക്കും. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ഇതുപോലെ 80ഉം 90ഉം ദിവസമൊക്കെ റിമാൻഡിൽ പോകും. അപ്പോഴേക്ക് എല്ലാ ചാനലുകളിലും ഫോട്ടോ വരും, വാർത്ത വരും. അതൊക്കെ എല്ലായിടത്തും ചർച്ചയാകും. സമൂഹ മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തക്കടിയിൽ തെറിവിളിയായിരിക്കും. അതുപോലെ തന്നെ കേട്ടാൽ അറക്കുന്ന വാക്കുകൾ കൊണ്ട് ഈ വാർത്തയിൽ വന്നിട്ടുള്ള ആ വ്യക്തി പ്രതി ആരാണോ അദ്ദേഹത്തിനെതിരെ വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്തായാലും 4.5 വർഷം ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ മമ്മദിനും ഉണ്ടായി. നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ മമ്മദ് കുറ്റവിമുക്തനായിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ മമ്മദ് കുറ്റവിമുക്തനായി എന്ന് ചോദിച്ചാൽ, കേസിന്റെ വിചാരണ വേളയിൽ കോടതിയിൽ മൊഴി കൊടുത്ത ഈ കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായി. കോടതി അത് മനസ്സിലാക്കി. കോടതി കൃത്യമായി കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അവസാനം കുട്ടി പറഞ്ഞു, മുത്തശ്ശി എഴുതി കൊടുത്ത പരാതിയിൽ ഞാൻ ഒപ്പിട്ടു, അതിനപ്പുറം എനിക്ക് ഒന്നും അറിയില്ല എന്ന്. ഇതോടുകൂടെ കോടതി ഈ കേസ് അവസാനിപ്പിച്ചു. മമ്മദ് കുറ്റക്കാരനല്ല എന്ന് വിധിച്ചു. ഈ പെൺകുട്ടിയുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ മമ്മദിനെതിരെ കേസെടുക്കുന്നതിനു വേണ്ടി ചില ഇടപെടലുകൾ നടത്തി എന്ന ആരോപണവും ഇപ്പോൾ മമ്മദ് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും മമ്മദിന്റെ അവസ്ഥ കേരളത്തിലെ ഒരുപാട് ആളുകൾക്കുണ്ട്. ഒരുപാട് കേസുകൾ, ഒരുപാട് പരാതികൾ, ദിനംപ്രതി അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇത്തരത്തിലുള്ള കേസുകൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു. അതായത് കേസ് അന്വേഷിക്കാൻ ചില ആളുകൾ തയ്യാറല്ല. കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ പോലീസിന് കേസ് അന്വേഷിക്കാം. പക്ഷെ പോലീസ് പലപ്പോഴും അതിന് തയ്യാറാകുന്നില്ല. ഇതിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവർക്കെല്ലാം നഷ്ടപ്പെടുന്നു. എന്തായാലും എല്ലാം നഷ്ടപ്പെട്ട മമ്മദ് ഇപ്പോൾ പൊട്ടിക്കരയുന്നു എന്നതാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. നമ്മുടെ ചില മാധ്യമങ്ങളൊക്കെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും മമ്മദിന്റെ അവസ്ഥ കണ്ടപ്പോൾ, ആ വാർത്ത കണ്ടപ്പോൾ കണ്ണ് നനഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം അധികാരി വർഗം മനസ്സിലാക്കണം. ഇതുപോലെ ഒരുപാട് മമ്മദ്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ചില സമയങ്ങളിലൊക്കെ കുട്ടി ആ മൊഴിയിൽ ഉറച്ചു നിന്നാൽ തെളിവുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും കോടതി ഇവിടെ പ്രതിയായി വരുന്ന ആളുകളെ ശിക്ഷിക്കാറുണ്ട്. അത്തരത്തിലുള്ള ചില സംഭവങ്ങളും
ഇവിടെ ചുരുക്കമല്ല. അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ പ്രതികളായി വന്ന് പിന്നീട് ഇരകളായി മാറാറുണ്ട്. അവരുടെ സത്യാവസ്ഥയൊന്നും ബോധ്യപ്പെടുത്താൻ പോലും അവർക്ക് ആരുമില്ല, ആർക്കു മുന്നിലും അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളൊക്കെ ഒരുപക്ഷെ ഇവർ കുറ്റക്കാരായ സമയത്ത് വാർത്ത കൊടുത്ത് പിന്നീട് കുറ്റവിമുക്തരായാൽ പോലും അവരെ കുറിച്ച് വാർത്ത കൊടുക്കാനോ അവരെ തിരിഞ്ഞു നോക്കാനോ തയ്യാറാകുന്നില്ല. എന്തായാലും എല്ലാം അനുഭവിച്ച മമ്മദിന് ഒരു കാര്യത്തിൽ നീതി കിട്ടിയെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കരുതാം. മമ്മദിനെ കുറിച്ച് ഇപ്പോൾ സത്യം പുറത്തു വന്നപ്പോൾ അത് പറയാൻ ചിലരെങ്കിലും തയ്യാറായി എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സർക്കാർ അടിയന്തിരമായിട്ടുള്ള ഇടപെടൽ നടത്തണം. ഇവിടെ വ്യാജ പരാതികൾ കൊടുക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി എടുക്കാൻ കോടതികൾ സ്വമേധയാ തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.